സാഹിബ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഉത്തരം അവധ്. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം അല്ലെങ്കിൽ തീരുമാനങ്ങൾ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 3 മാത്രം. ബന്ധപ്പെടാത്ത തീരുമാനമാണ്. അപ്പം ബന്ധപ്പെട്ട തീരുമാനം അല്ലെ, 29 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. ബന്ധപ്പെടാത്തത് നിസ്സഹകരണ സമരം ആരംഭിക്കാതെ, അതുമായിട്ട് ബന്ധപ്പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? അതിൻ്റെ ആൻസർ എ ആണ്, വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഉത്തരം ബി ആണ്, 1, 2, 3. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. കുടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 4, 1, 3. ആ ഓർഡറിൽ വരണം. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം. വളരെ പ്രസിദ്ധമായ മുഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ആസാം. മുഗ സിൽക്സ് ആസാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഓപ്ഷൻ ഡി, 4 ഉപഗ്രഹം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹങ്ങളുടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏതാണ്? മഹാനദി അല്ലേ, മഹാനദി അല്ലേ, മഹാനദി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ ഡി, ബാർലി പയറുവർഗ്ഗം. റാബി വിളയായിട്ട് മാത്രം കൃഷി ചെയ്യുന്നതാണ് ബാർലി പയറുവർഗ്ഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശമാണ്? ഓപ്ഷൻ ബി, പശ്ചിമഘട്ടം. തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2, 3. 3 ശരിയാണ്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി, ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി, ഹോർട്ടിക്കൾച്ചർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 109. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 109. ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് 2ഉം 3ഉം. മായം ചേർക്കൽ, തൊഴിൽ ഇവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്.
താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല ഓപ്ഷൻ ബി ആണ് 2. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ബാക്കിയൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല അല്ല. വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഈ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുകയൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ എ 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റി. കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഓപ്ഷൻ സി ആണ് 1, 2, 3. ഹേബിയസ് കോർപ്പസ്, കോവാറന്റ്, സെർഷ്യോറുകൾ. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് 2, 4. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് 2, 4. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം. ഇതിൻ്റെ പ്രതിരോധവും ചൂഷണത്തിനെതിരെയുള്ള അവകാശമൊന്നും നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് ഓപ്ഷൻ ബി 44 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഓപ്ഷൻ ബി ആണ് 2022-2027. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. കുടുംബശ്രീ ഓപ്ഷൻ ഡി ആണ് 4 മാർക്ക്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ ആണ് 243 ഐയും 243 വൈയും. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് ഓപ്ഷൻ എ 22 രൂപ വർധനവാണ് ചോദിച്ചത്. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്തു. പട്ടിക 1, പട്ടിക 2. മന്ദഹാസം പദ്ധതി ഓപ്ഷൻ എ ആണ് ഉത്തരം. മന്ദഹാസം പദ്ധതി ഏതുമായിട്ടാണ്? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ. സമന്വയ പരിപാടി ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി മലേറിയ. ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? മലേറിയ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വാദം ശരിയാണ്. കാരണം ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 2, 4, 5. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കി അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി UAE. 2023 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE. ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഓപ്ഷൻ ബി -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം
ഓപ്ഷൻ സി പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ആവൃത്തി. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ആവൃത്തിക്ക് മാറ്റമില്ല. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓപ്ഷൻ ഡി ആണ് എയും സിയും. ഓക്സിജൻ, സൾഫർ. അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ഓപ്ഷൻ സി HCl HNO3. അക്വാറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? HCl HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്. ഓപ്ഷൻ ബി Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാനബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം? ഓപ്ഷൻ ബി അലൂമിനിയം. സാന്ദ്രത കുറവായതിനാൽ വിമാനബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഓപ്ഷൻ സി വങ്കാരി മാതായി. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി ആണ് A.J. ക്രോണിക്. ദ സിറ്റാഡൽ, A.J. ക്രോണിക്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഓപ്ഷൻ ഡി കാസർഗോഡ്. അലാമിക്കളി കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ എബ്രഹാം വർഗീസ്. ദ കവനന്റ് ഓഫ് വാട്ടർ, എബ്രഹാം വർഗീസ്. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.